ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലോട്ടസുകളാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ലോട്ടസ് വരയ്ക്കുമ്പോൾ ആദ്യം ഒരു നടുവിൽ ഒരു വര ഇടുക, പിന്നെ അതിൻ്റെ കുറുകയായിട്ട് ഇതുപോലെ വരകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്കൊരു ലോട്ടസിൻ്റെ ആ ഒരു പെറ്റൽ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ആ ഒരു രീതി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം ഈ ലൈൻസ് ഇല്ലാതെ വരച്ച് പ്രാക്ടീസ് ചെയ്യണം. ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം സൈഡിൽ വരുന്ന ആ പെറ്റലുകൾക്ക് മുകളിൽ ഇതുപോലെ ചെറിയ വളവ് കൊടുത്തിട്ട് വേണം താഴേക്ക് കൊണ്ടുവരാൻ കേട്ടോ. നടുവിൽ ലീഫ് പോലെയാണ് കൊടുക്കേണ്ടത്. മൂന്ന് ലൈൻസ് തന്നെ വരച്ചാൽ മതി. ഇതിൽ പിന്നെ കൂടുതലായും പെറ്റൽ വരയ്ക്കാൻ കഴിയുമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നാലാമതൊരു ലൈനും കൂടെ വരച്ച് നിങ്ങൾക്ക് പെറ്റൽ കാണിച്ചു തന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ നടുവിലായിട്ട് ഒരു ഡോട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ലൈൻ ഇല്ലാതെ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് കൂടി കാണിച്ചു തരാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം ഒരു ലീഫ് പോലത്തെ ഒരു പെറ്റൽ വരയ്ക്കുക. പിന്നെ അതിൻ്റെ സൈഡുകളിലായിട്ട് ഒന്നിന് താഴെയായിട്ട് ആണ് ഈ പെറ്റലുകൾ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇനി നടുവിലായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷെയ്ഡ് ചെയ്തെടുക്കാം കേട്ടോ. മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിലാണ് ഇവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ ഔട്ട്ലൈൻ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു വളഞ്ഞിട്ടാണല്ലോ നമ്മൾ താഴേക്ക് കൊണ്ടുവരുന്നത്. പെറ്റലുകളൊക്കെ സൈഡിലായിട്ട് വരുന്ന ആ ഒരു രീതിയാണ് കൊണ്ടുവരണം കേട്ടോ. ഇനി രണ്ടാമതായിട്ട് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം ഒരു ലീഫിൻ്റെ പെറ്റൽ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഒരു ലൈൻ പോലെ കൊണ്ടുവന്നിട്ട് വേണം പെറ്റലുകൾ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കാൻ. ഇതുപോലെ തന്നെ താഴെയായി വരുന്ന പെറ്റലുകളൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഈ നടുവിലായിട്ട് ഒരു ഡോട്ട് സെറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഔട്ട്ലൈൻ ഒന്നും ഡാർക്ക് ലൈനും കൂടെ ചെയ്തെടുക്കും കേട്ടോ. ഇനി മൂന്നാമതായിട്ട് ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു ലീഫിൻ്റെ പെറ്റൽ വരയ്ക്കുക. അതിൻ്റെ കുറച്ച് മാറിയിട്ട് ഇതുപോലെ പെറ്റൽസ് വരച്ച് കൊടുക്കുക കേട്ടോ. താഴെയാണ് പെറ്റൽസ് വരേണ്ടത്. ഇപ്പം ഇങ്ങനെയുള്ള സൈഡിലുള്ള പെറ്റൽസ് വരയ്ക്കുമ്പോൾ ഒരേപോലെ വരാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതിന് താഴെയായിട്ട് ചെറിയ 3 ലീഫ് പെറ്റലും കൂടെ വരച്ച് കൊടുത്തിട്ട് നടുവിലായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലീഫിൻ്റെ നടുക്കിൽ കാണുന്ന ആ വൈൻസും കൂടെ വരച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഔട്ട്ലൈൻ ഒന്ന് ഡാർക്ക് ലൈനും കൂടെ ചെയ്തെടുക്കാം. ഇവയെല്ലാം താമരയുടെ ബേസിക് രൂപങ്ങളാണ് കേട്ടോ. ഇനി നാലാമതായിട്ട് എങ്ങനെയാണെന്ന് ചെയ്ത് കാണിക്കുന്നില്ല. അതിൽ നമ്മൾ ആദ്യം വരച്ചതുപോലെ തന്നെയൊക്കെയാണ് വരച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ചെയ്ത് പഠിക്കുക. കൂടുതൽ താമരകൾ നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ട് വീഡിയോയുടെ ലെങ്ത്ത് അധികമാകും. പിന്നെ നിങ്ങൾക്കും എപ്പോഴും അതിൻ്റെ പെറ്റലുകൾ വരച്ച് കാണുമ്പോൾ അതൊരു ബോറടിയാവും. അതുകൊണ്ടാണ് കേട്ടോ അതൊന്നും ഉൾപ്പെടുത്താത്തത്. പിന്നെ നമ്മൾ ആദ്യം ചെയ്തെടുത്തതുപോലെ തന്നെ താഴെയും ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് 2 ചെറിയ പെറ്റൽസും കൂടെ വരച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് ഷെയ്ഡ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നടുവിലായിട്ടൊരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഔട്ട്ലൈൻ ഒന്ന് ഡാർക്ക് ലൈൻ ചെയ്ത് കൊടുക്കാം.
ഇനി ആറാമതായിട്ടും ലീഫിൻ്റെ ആ ഒരു പെറ്റൽ വരച്ചിട്ട് അതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ പെറ്റൽസുകൾ വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി വലിയ മൂന്ന് പെറ്റൽ ലീഫുകളാണ് വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഒരു ചെറിയ പെറ്റലും കൂടെ വരച്ചിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഔട്ട്ലൈൻ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇനി ഏഴാമതായിട്ട് നമ്മൾ ആദ്യം ഒരു താമരയുടെ ബേസിക് രൂപമാണ് വരച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ ആ താമര തന്നെ അതിൻ്റെ താഴെയായിട്ട് വരയ്ക്കുക. അപ്പം നമ്മൾ താഴെയായിട്ട് വരയ്ക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. അതിൻ്റെ പെറ്റലിൻ്റെ ആ ഒരു മുകൾ ഭാഗം വളഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞില്ലേ, ആ ഒരു മുകൾ ഭാഗമാണ് കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്. അത് തിരിച്ചാണ് വരയ്ക്കേണ്ടത് കേട്ടോ. ഇതുപോലെ പെറ്റൽസുകൾ വരച്ചിട്ട് അതിൻ്റെ ആ നടുവിലായിട്ടുള്ള വരുന്ന ഭാഗത്ത് ചെറിയ ചെറിയ പെറ്റൽസ് കൊണ്ട് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. നടുവിലായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ആ ഒരു രീതിയിലുള്ള പെറ്റൽസ് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. 2 പെറ്റൽസാണ് സൈഡുകളിലായിട്ട് വരുന്നത്. ഇനി താഴെ കുറച്ച് വലിയ രീതിയിൽ തന്നെ 3 ലീഫ് പെറ്റൽ വരച്ചിട്ട് സൈഡിലായിട്ട് വരുന്ന ആ ഭാഗം കണ്ടില്ലേ, അവിടെ ഒരു ചെറിയ പെറ്റലുകൾ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഇതുപോലെയുള്ള പെറ്റലുകൾ അതിന് മുകളിലായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വരച്ചിരിക്കുന്ന പെറ്റലും ആ പെറ്റലും ഒരേ രീതിയിൽ വരാൻ പാടില്ല. കണ്ടില്ല, അതിൻ്റെ സൈഡുകളിലായിട്ടാണ് അത് ജോയിൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നടുവിലായിട്ട് ഒരു ഡോട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 9ാമതായിട്ട് ചെയ്തെടുക്കുന്നതിൽ നമ്മൾ നടുവിലുള്ള പെറ്റൽ ചെറുതായി വരച്ചു കൊടുക്കണം. അതിൻ്റെ സൈഡിലുള്ള ആ 2 പെറ്റലും വലുതായി വരച്ചു കൊടുക്കണം കേട്ടോ. അതിന് താഴെയുള്ള പെറ്റലുകൾ നേരത്തെ ക്രമീകരിച്ചതുപോലെ തന്നെ ക്രമീകരിച്ചിട്ട് 3 പെറ്റലുകൾ തന്നെ താഴെ വരച്ചു കൊടുക്കുക. എന്നിട്ട് മുകളിലായിട്ടൊരു റൗണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെയുള്ള പെറ്റലുകൾ വരച്ചതിന് പൂർത്തിയാക്കാം. 10ാമതായിട്ട് നമ്മളിങ്ങനെ തന്നെയാണ് വരയ്ക്കുന്നത്. പക്ഷേ ആ നടുവിൽ കണ്ടില്ലേ, 2 വരയോട് കൂടിയ പെറ്റൽസുകളാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ വരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് താഴെ ഇതുപോലെ 3 ലീഫിൻ്റെ പെറ്റൽ വരച്ചെടുത്തിട്ട് സൈഡിലായിട്ട് പെറ്റൽസ് കൊടുക്കുക. എന്നിട്ട് അതിലെല്ലാം വരകൾ കൊടുക്കുക കേട്ടോ, താഴെ വരയ്ക്കുന്നതിന് മാത്രം. ഇനി നേരത്തെ ചെയ്തെടുത്ത എല്ലാ ഫ്ലവറും ഒന്ന് ഷെയ്ഡും കൂടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഷെയ്ഡ് ചെയ്യുന്നത് പല രീതിയിലാണ് പല ഫ്ലവേഴ്സും ഷെയ്ഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ നല്ല വ്യക്തമായി നോക്കിയിട്ട് എന്ത് ചെയ്യുക, അതുപോലെ ഷെയ്ഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ഷെയ്ഡ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തന്നതാണ്. പല രീതിയിൽ നമുക്ക് ഈ ഒരു താമരയെ ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ നേരത്തെ ചെയ്തില്ലേ, അതുപോലെ തന്നെ 3 പെറ്റൽ വരയ്ക്കാം. പക്ഷേ ഇവിടെ ആ 3 പെറ്റൽ വരയ്ക്കുമ്പോൾ ഒരേപോലത്തെ പെറ്റൽസ് വരച്ചു കൊടുക്കാൻ നോക്കുക. മുകളിലായിട്ട് ഒരു ലവ് ഷേപ്പ് പോലെയൊക്കെ കൊണ്ടുവന്നിട്ട് താഴെ 2 പെറ്റൽസും ഇതുപോലെ പെറ്റൽസുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുന്ന പെറ്റൽസുകളൊക്കെ വരച്ചു കൊടുക്കാം കേട്ടോ. എല്ലാ താമരയുടെ പെറ്റൽസും ഒരുപോലെ വരണമെന്നില്ലല്ലോ. ഇവിടെ നമ്മൾ ഒറിജിനലായി തോന്നിക്കുന്ന ഒരു തരം താമരയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ സൈഡിലായിട്ട് ആ വരച്ചു കൊടുത്ത ആ ലൈൻസിനൊക്കെ ഇന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ പെറ്റൽസും ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ആ നടുവിലുള്ള ആ ഭാഗം ഒഴിച്ച് ബാക്കി വരുന്ന ആ പെറ്റൽസുകളൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് വരയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് പെറ്റൽസുകൾ ജോയിൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം.
ഇനി അടുത്തതായിട്ട് താമരയുടെ അപേക്ഷയ്ക്ക് രൂപം വരച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ആ പെറ്റലുകൾ വരച്ചു കൊടുക്കുക. പെറ്റലുകൾ വരയ്ക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ താഴെ വരച്ചിരിക്കുന്ന അതേപോലെ വരരുത് കേട്ടോ. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നല്ല വലിയ പെറ്റൽസുകൾ തന്നെ ഇതുപോലെ വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി പെറ്റലുകളൊന്ന് സൈഡും കൂടെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് 3 പെറ്റൽ വരുന്നതാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് വലുതായിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ആദ്യം താഴെ വരയ്ക്കുന്നത് മുകളിൽ വരയ്ക്കുന്നതൊക്കെ വലുതായിട്ട് ചെയ്യുക. സൈഡിലുള്ള പെറ്റൽസ് ചെയ്യുമ്പോൾ ചെറുതായി ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ പഠിച്ചല്ലോ ഷെയ്ഡിങ്ങിന് പകരം ലൈൻ വെച്ച് ചെയ്യുന്നത്, അതുപോലെ ചെറിയ ചെറിയ ലൈൻസുകൾ മുഴുവനായിട്ടും ചെയ്തെടുക്കുക. എന്നിട്ട് ആ പെറ്റലിൻ്റെ എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെ നിന്ന് അവസാനിക്കും വരെ ഡാർക്കിങ് ചെയ്തെടുക്കാം കേട്ടോ. നാലാമത്തെ അതിന് ഒരു ലീഫ് പോലത്തെ പെറ്റൽ വരയ്ക്കുക. സൈഡിലായിട്ട് വരയ്ക്കുന്ന ആ 2 പെറ്റലുകളും ഒരേ വലിപ്പത്തിൽ ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ താഴെയായിട്ട് വരയ്ക്കുന്നതൊക്കെ ഒരേ വലിപ്പത്തിൽ ചെയ്യരുത്. ഇനി താഴെയായിട്ട് ഒരു ചെറിയ ലീഫ് വരച്ചിട്ട് ഇതുപോലെ സൈഡിലായിട്ട് വരുന്ന രീതിയിൽ ഒരു വലിയൊരു പെറ്റലും കൂടെ ചെയ്തെടുക്കാം. എന്നിട്ട് നടുവിലായിട്ട് കണ്ടില്ലേ ഡാർക്കിങ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് മുകളിലായിട്ട് ഇതുപോലെ പെറ്റലുകളും വരച്ചെടുക്കണം. ഇനി ഇത് ഷെയ്ഡ് ചെയ്തും കൂടെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ സാധാരണ ഒരു ഫ്ലവർ ചെയ്യുമ്പോൾ അത്ര ഭംഗിയൊന്നും കാണില്ല. ഷെയ്ഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ലുക്ക് തന്നെ അങ്ങ് മാറിപ്പോകും കേട്ടോ. പല രീതിയിൽ ഷെയ്ഡ് ചെയ്താൽ പല ലുക്കുകളായിരിക്കും നമുക്ക് ഒരു ഫ്ലവറിന് തന്നെ കിട്ടുക. അപ്പോൾ നിങ്ങൾ പല രീതിയിലൊക്കെ ഷെയ്ഡ് ചെയ്ത് പഠിക്കണം കേട്ടോ. 15-മതായിട്ടും ചെയ്തെടുക്കുന്നത് ഇതുപോലെ തന്നെയാണ്. പക്ഷേ വലിയ റൗണ്ടാണ് മുകളിലായിട്ട് വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് ചെറിയ ചെറിയ റൗണ്ട്സ് കൊണ്ട് ഫില്ല് ചെയ്തെടുക്കണം കേട്ടോ. എന്താണ് ഇനി അടുത്തടുത്ത വ്യത്യാസങ്ങളെന്ന് മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. ഇതുപോലെ മൊത്തത്തിലായിട്ട് പെറ്റൽസ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒന്ന് ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കിങ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിന് ഷെയ്ഡും കൂടി ചെയ്ത് കാണിച്ചു തരാം. പതിനാറാമതായിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. മുകളിലായിട്ട് വരുന്ന ആ ഒരു ഭാഗത്ത് കുറച്ച് റൗണ്ട്സുകൾ മാത്രം വരച്ചു കൊടുത്തിട്ട് ബാക്കി സ്ഥലങ്ങളെല്ലാം ഫില്ല് ചെയ്തെടുക്കുക. നടുവിലൊരു ഡോട്ട് വരുന്നുണ്ട്. പിന്നെ ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കിങ് ചെയ്തെടുക്കുന്നുണ്ട്, ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വ്യത്യാസങ്ങൾ കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതുപോലെ വരച്ചിട്ട് സൈഡിലുള്ള ആ പെറ്റലുകൾക്കെല്ലാം ഇതുപോലെ നടുവിൽ ലൈൻസ് വരച്ച് കൊടുക്കുന്നതാണ്. പിന്നെ ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നടുവിലായിട്ടുള്ള ഔട്ട്ലൈൻ കേട്ടോ. പിന്നെ ഒന്ന് ഷെയ്ഡും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. 18-മതായിട്ട് ഇതുപോലെയാണ് വരച്ചിരിക്കുന്നത്. 19-മതായിട്ട് ഇതുപോലെയും. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ ചെയ്ത് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. 20-മതായിട്ട് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള താമരയാണ് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇത് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കട്ടായി പോയിട്ടോ. ബാക്കി നിങ്ങൾ ജോയിൻ ചെയ്ത് എടുത്തോളണം കേട്ടോ. ഇതുപോലെ 3 എണ്ണം വരച്ചെടുത്തിട്ട് മുകളിലായിട്ട് 2 ചെറിയ പെറ്റൽസും താഴെയായിട്ട് ഇതുപോലെ വലിയൊരു പെറ്റലും സൈഡിലായിട്ട് പെറ്റൽസുകളും ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കണം. എന്നിട്ട് സൈഡിലായിട്ട് വീണ്ടും 2 പെറ്റൽസ് കൊടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ട്സ് നമ്മൾ ഔട്ട്ലൈൻ ഒന്നും വരയ്ക്കാതെ ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ.
എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബാക്കി പെറ്റൽസുകൾ വരച്ചു കൊടുക്കാം. പെറ്റലുകളെല്ലാം ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്തിട്ട് സൈഡിലായിട്ട് വരുന്ന 2 പെറ്റലുകൾ കുറച്ച് ഡാർക്കൻ ചെയ്തെടുത്തിട്ട് ബാക്കിയെല്ലാം ഷെയ്ഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. 20 ലോട്ടസാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് പ്രാവശ്യം ചെയ്ത് പഠിക്കണം കേട്ടോ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സുമായി നാളെ കാണാം. ടാറ്റാ.